കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ഒരു പ്രത്യേകതരം മീനുകൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ ഒരു മീനിന്റെ പേരാണ് പിരാന. പക്ഷേ ഇന്നുള്ള പിരാനെ പോലെ അല്ലായിരുന്നു അന്നത്തെ പിരാനകൾ. അവ വലിപ്പത്തിലും ആക്രമണ രീതിയിലും വളരെയധികം ഭീകരന്മാരായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്താണെങ്കിൽ ആ ഒരു മീനില്ല. അവ ഭൂമിയിൽ നിന്നും നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരു ഭൂകമ്പം നടക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു നദിയുടെ അടിയിലായിട്ട് ചെറിയ ഒരു പിളർപ്പുണ്ടായി. എന്നാൽ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നദിയുടെ അടിയിലായിട്ട് മറ്റൊരു നദി ഉണ്ടായിരുന്നു. പാതാളത്തിലെ ആ ഒരു നദിയിലാണെങ്കിൽ നമ്മൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നശിച്ചു പോയി എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു പിരാന മീൻ ഇപ്പോഴും അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു മീനുകൾ ആ ഒരു വിടവിലൂടെ പുറത്തേക്ക് വരുവാണ്. പക്ഷേ ഈ ഒരു കാര്യമൊന്നും അവിടെ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികളോ നാട്ടുകാരോ അറിഞ്ഞിരുന്നില്ല. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു? അപ്പോ ഈ ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് ഒരപ്പൂപ്പൻ അവിടെ ഉണ്ടായിരുന്ന ഒരു നദിയിൽ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ഥലമാണെങ്കിൽ കാണാൻ വളരെയധികം വിജനവുമായിരുന്നു. അപ്പൂപ്പൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒന്ന് റിലാക്സ് ചെയ്യാനും പിന്നെ ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമായിരുന്നു. അങ്ങനെ അപ്പൂപ്പൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു നദിയുടെ അടിയിലായിട്ട് എന്തൊക്കെയോ ഇളക്കങ്ങളും ശബ്ദങ്ങളും അപ്പൂപ്പൻ കേൾക്കുന്നത്. പക്ഷെ അതെന്താണെന്നുള്ള കാര്യം അപ്പൂപ്പന് മനസ്സിലായില്ല. സത്യത്തിൽ ആ ഒരു നദിയുടെ അടിയിലായിട്ട് ചെറിയ ഒരു ഭൂകമ്പം നടന്നിട്ടുണ്ട്. ആ ഒരു ഭൂമി ആണെങ്കിൽ ചെറുതായിട്ട് പിളർന്നിട്ടുമുണ്ട്. അങ്ങനെ ഭൂമി പിളർന്നാൽ പിന്നെ അവിടെ എന്താ ഉണ്ടാവുക? വലിയൊരു ചുഴിയല്ലേ? അപ്പൊ അതുപോലെ തന്നെ അവിടെ വലിയൊരു ചുഴി ഉണ്ടാവുകയാണ്. ഇത് കണ്ട സമയത്ത് അപ്പൂപ്പനാണെങ്കിൽ നന്നായിട്ട് ഭയന്നിട്ടുമുണ്ട്. ഇതേ സമയം നദിയുടെ അടിയിലായിട്ട് കാണിക്കുകയാണ്. അവിടെ ഇപ്പോ ഭൂമി രണ്ടായിട്ട് പിളർന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോ ആ ഒരു വിടവിലൂടെ കുറച്ച് മീനുകൾ പുറത്തേക്ക് വരുവാണ്. ആ മീനെന്ന് പറയുന്നത് നരഭോജികളായിട്ടുള്ള പിരാനകളായിരുന്നു. അവറ്റകൾ ഇപ്പോ മുകളിലേക്ക് വരുവാണ്. ഇതേ സമയം അപ്പൂപ്പന്റെ ആ ഒരു ബോട്ടാണെങ്കിൽ ചുഴിയിൽപ്പെട്ട് അപ്പൂപ്പൻ നേരെ ആ ഒരു നദിയിലേക്ക് വീഴുവാണ്. പിന്നീട് അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങോട്ടേക്ക് വന്ന ആ ഒരു പിരാന മീനിപ്പോ ആ ഒരു മനുഷ്യനെ കടിച്ചു കീറി തിന്നുവാണ്. ഈ ഒരു മനുഷ്യന്റെ ചോര കാരണം വെള്ളത്തിന്റെ ആ ഒരു ഭാഗത്തെ കളർ തന്നെ അങ്ങ് മാറിപ്പോയി. അവസാനം ആ ഒരു മനുഷ്യന്റെ കൈയാണെങ്കിൽ മുകളിലേക്ക് വരുവാണ്. ആ ഒരു കൈ നോക്കുവാണെങ്കിൽ അതിൽ ഇറച്ചിയില്ല, വെറും എല്ലും കഷ്ണങ്ങൾ മാത്രം. ഇപ്പൊ പതിയെ ആ ഒരു കൈയാണെങ്കിൽ താഴേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെയുള്ള മറ്റൊരു നദിയാണ്. ആ ഒരു നദിയുടെ പേരാണ് ലേക്ക് വിക്ടോറിയ. അങ്ങനെ ഇപ്പോ ഒരു വെക്കേഷൻ ടൈമിൽ എല്ലാവരും അങ്ങോട്ടേക്ക് വരുവാണ്. എല്ലാവരും അവിടെ കിടന്ന് അർമാദിക്കുന്നുമുണ്ട്. എന്നിട്ട് ആ ഒരു നദിയിൽ ഇറങ്ങി ഇവർ നീന്തുന്നുമുണ്ട്. ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു റേഡിയോയിലൂടെ വിളിച്ചു പറയാണ് ലേക്ക് വിക്ടോറിയയിൽ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ പറയാണ്. അതായത് ലേക്ക് വിക്ടോറിയ എന്ന ഈ ഒരു നദിയുടെ കുറച്ച് അപ്പുറത്ത് മാറി ഒരു ചെറിയ ഭൂകമ്പം നടന്നിട്ടുണ്ട്. ഇപ്പോ അതിനെപ്പറ്റി പഠിക്കാൻ കുറച്ച് സയന്റിസ്റ്റുമാര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് ഇപ്പോ റേഡിയോയിലൂടെ പറയുവാണ്. ഇതേ സമയം ആ ഒരു നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ജെയ്ക്കിനെ കാണിക്കുവാണ്. അവനിപ്പോ ഒരു വണ്ടി എടുത്തിട്ട് അതുമായിട്ട് അവിടെ തന്നെ പാർട്ടി നടക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഇപ്പോ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള കെല്ലിയെ കാണുവാണ്. ഗേൾഫ്രണ്ട് എന്ന് പറയാമെങ്കിലും ജെയ്ക്ക് ഇതുവരെയായിട്ടും തന്റെ ഇഷ്ടം കെല്ലിയോട് തുറന്നു പറഞ്ഞിട്ടില്ല. ഇപ്പോ കെല്ലിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നീ എന്താ ഇവിടെ? പാർട്ടി ആഘോഷിക്കാൻ വന്നതാണോ? വരുന്നോ എന്നൊക്കെ ഇപ്പോ അവനോട് ചോദിക്കുകയാണ്. ഇപ്പോ ജെയ്ക്ക് പറയാണ്, ഇല്ല തന്റെ അനിയത്തി മ്യൂസിക് ക്ലാസ്സിന് പോയിരിക്കുക, അവളെ വിളിക്കാൻ പോകണം എന്നും പറഞ്ഞിട്ട് ജെയ്ക്ക് ഇപ്പോ അവിടെ നിന്നും പോവാണ്. അങ്ങനെ ജെയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ലേഡി പോലീസ് ആണെങ്കിൽ ഒരു പയ്യൻ എന്തോ തെറ്റ് കാണിച്ചതിന്റെ പേരിൽ അവനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലേഡി മറ്റാരുമല്ല, അത് നമ്മുടെ ജെയ്ക്കിന്റെ അമ്മ തന്നെയാണ്. അവളുടെ പേരാണ് ജൂലി. അവളാണ് ഈ ഒരു പ്രദേശത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അങ്ങനെ ഇപ്പോ ജെയ്ക്കാണെങ്കിൽ തന്റെ അനിയത്തിയുടെ മ്യൂസിക് ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. അവളെ നോക്കുവാണെങ്കിൽ അവളൊരു കൊച്ചുകുട്ടിയാണ്. അവളിപ്പോ അവിടെ ഇരുന്ന് ഒരു ലേഡിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. മാത്രമല്ല അവളാണെങ്കിൽ നമ്മുടെ ജെയ്ക്കിന്റെ ഒരു കൂട്ടുകാരിയും കൂടെയാണ്. അവളുടെ പേരാണ് ഡാനി. അങ്ങനെ ഇവർ 3 പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു ക്യാമറ പിടിച്ചുകൊണ്ട് ഒരാൾ കയറി വരുന്നത്. അയാളാണെങ്കിൽ ഒരു സംവിധായകനായിരുന്നു. സംവിധായകൻ എന്ന് വെച്ചാൽ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം പിടിക്കുന്ന പരിപാടിയായിരുന്നു അയാൾക്ക്. അങ്ങനെ ഇപ്പോ അയാളാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരുമായിട്ട് പരിചയപ്പെടുവാണ്. ഇപ്പോ അയാളാണെങ്കിൽ ജെയ്ക്കിന്റെ അടുത്ത് പറയാണ്, ഇന്ന് തന്റെ ഒരു മോഡലാണ് ഡാനി. ഇപ്പൊ ജെയ്ക്ക് ആ ഒരു നാട്ടിലെ പയ്യനായതുകൊണ്ട് തന്നെ ആ ഒരു സംവിധായകൻ ചോദിക്കുകയാണ്, തനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ല വല്ല സ്ഥലങ്ങളുമുണ്ടോ, ഞങ്ങളെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാമോ എന്ന് അയാൾ ചോദിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് ഒന്നും ആലോചിക്കാതെ ജെയ്ക്കാണെങ്കിൽ ഓക്കെ പറയാണ്. കാരണം ഇവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റിക്കാണാനും പറ്റും, പിന്നെ ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്യാം. അങ്ങനെ ഇപ്പൊ ജെയ്ക്കാണെങ്കിൽ തന്റെ അനിയത്തിയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ഡാനി ആണെങ്കിൽ ആ ഒരു സംവിധായകനെയും കൂടെ പോയി. ഇതേ സമയത്ത് ലേക്ക് വിക്ടോറിയ എന്ന ആ ഒരു നദിയുടെ ഒരു ഭാഗത്തെ ഭൂമി ചെറുതായിട്ട് പിളർന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോ ആ ഒരു വിടവിലൂടെ ഒരുപാട് പിരാന മീനുകൾ പുറത്തേക്ക് വന്ന് അവിടെ മുഴുവനും വ്യാപിക്കുകയാണ്. ഇപ്പോ നമ്മുടെ കഥാനായകനായിട്ടുള്ള ജെയ്ക്കിന്റെ വീട്ടിൽ കാണിക്കുകയാണ്. അവിടെ ഇപ്പോ അവനാണെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്തോ സെർച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവന്റെ അമ്മ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവരിപ്പോ ജെയ്ക്കിന്റെ അടുത്ത് ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയാണ്. അതായത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ജെയ്ക്കിനാണെങ്കിൽ ഒരു അനുജനും ഒരു അനുജത്തിയുമാണ് ഉള്ളത്. ഇപ്പോ അവരൊന്ന് നോക്കണം, നാളെ കുറച്ച് സയന്റിസ്റ്റുമാര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
തന്നെ നീ കുറച്ചു നേരം അധികം ജോലി ചെയ്യേണ്ടി വരും, അതുകൊണ്ട് നീ അവരൊന്ന് നോക്കണമെന്ന് അമ്മ പറയാണ്. ഇപ്പോ അമ്മ പറഞ്ഞതുകൊണ്ട് തന്നെ ജയിക്കാന്നെങ്കിൽ ഓക്കെ പറയാണ്. അങ്ങനെ ഇപ്പോൾ രാത്രിയ സമയത്ത് ജൂലിയാനാണെങ്കിൽ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അവൾ എന്തിനാണ് നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയത് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ തുടക്കത്തിൽ നമ്മളൊരു അപ്പൂപ്പനെ കണ്ടില്ലായിരുന്നു, അദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അപ്പൂപ്പന്റെ കുടുംബക്കാര് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോ അദ്ദേഹത്തെ തിരക്കിക്കൊണ്ടാണ് അവരിപ്പോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ തിരയുന്ന സമയത്താണ് നദിയുടെ ഒരു ഭാഗത്തായിട്ട് അപ്പൂപ്പന്റെ ആ ഒരു ബോട്ട് ഇവർക്ക് കണ്ടു കിട്ടുകയാണ്. അപ്പോ ഇവർക്ക് മനസ്സിലായി അദ്ദേഹം ഇവിടെ എവിടെയോ തന്നെ ഉണ്ടെന്ന്. ഇതേ സമയത്ത് ജൂലിയാനയുടെ കൂടെ വന്ന ആ ഒരു പോലീസുകാരനാണെങ്കിൽ നദിയിലിറങ്ങി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിയ സമയത്ത് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ ജൂലിയാനെ വെള്ളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയ ആ ഒരു സമയത്താണെങ്കിൽ ഒരുപാട് പിരാന മീനുകൾ ഇവൾക്ക് നേരെ വരുവാണ്. അങ്ങനെ ജൂലിയാന പരിശോധിച്ചിട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അവൾ തിരിച്ച് കരയിലേക്ക് കയറി നിൽക്കുന്ന ആ ഒരു സമയത്താണ് അവളുടെ പുറത്തായിട്ട് ഒരു ഡെഡ് ബോഡി വന്ന് തട്ടുവാണ്. ഇത് കണ്ടവൾ പേടിച്ചു പോയി. ആ ഒരു ഡെഡ് ബോഡി എന്ന് പറയുന്നത് കാണാതായ ആ ഒരു അപ്പൂപ്പന്റെ ആയിരുന്നു. വേഗം തന്നെ ജൂലിയാനയും ആ ഒരു പോലീസുകാരനും ചേർന്ന് ആ ഒരു ഡെഡ് ബോഡി വലിച്ച് കരയിലേക്ക് കയറ്റുവാണ്. അവർ നോക്കുന്ന സമയത്ത് ആ ഒരു ബോഡി ആണെങ്കിൽ വളരെയധികം വികൃതമാക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ശരീരത്തിന്റെ പകുതിയും ഇറച്ചിയില്ല, വെറും എല്ലും കഷ്ണങ്ങൾ മാത്രം. ഇത് കണ്ട സമയത്ത് ഇവര് തന്നെ ആലോചിക്കാണ് എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയത്, വല്ല ആസിഡും വീണതായിരിക്കുമോ. ഇപ്പൊ ജൂലിയാനയാണെങ്കിൽ ആ ഒരു പോലീസുകാരനോട് പറയാണ് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ലേക്ക് വിക്ടോറിയ അടച്ചിട്ടാലോ. ഇപ്പോ ആ ഒരു പോലീസുകാരൻ പറയാണ് അത് പറ്റൂല, കാരണം നമ്മുടെ ഈ ഒരു ഗ്രാമത്തിന്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് അത് ഇങ്ങോട്ടേക്ക് വരുന്ന വിനോദസഞ്ചാരികളാണ്. അതുകൊണ്ടിപ്പോ ലേക്ക് വിക്ടോറിയ അടച്ചിടാൻ പറ്റൂല എന്നിപ്പോ ആ ഒരു പോലീസുകാരൻ പറയാണ്. എന്തായാലും ഈ ഒരു കാര്യം നമുക്ക് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവരിപ്പോ ആ ഒരു ബോഡിയും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പോ ലേക്ക് വിക്ടോറിയ എന്ന ആ ഒരു നദിയുടെ മറ്റൊരു ഭാഗത്ത് കുറച്ച് യുവാക്കൾ ചേർന്ന് നദിയിലേക്ക് ഡൈവ് ചെയ്യുവാണ്. അങ്ങനെ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണെങ്കിൽ നദിയിലേക്ക് എടുത്ത് ചാടുവാണ്. അങ്ങനെ ചാടി കുറച്ച് സമയം കഴിഞ്ഞിട്ടും അയാളാണെങ്കിൽ മുകളിലേക്ക് വന്നില്ല. മാത്രമല്ല അയാൾ ചാടിയ ആ ഒരു ഭാഗത്താണെങ്കിൽ മുഴുവനും ചോരയാവുകയാണ്. ഇതേ സമയം ജെയ്ക്കിനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ തന്റെ 2 സഹോദരങ്ങളെ കൂട്ടിയിട്ട് നദിയുടെ ഒരു ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പം ജെയ്ക്ക് പറയാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഇരിക്കണേ, വേറെ എങ്ങോട്ടേക്കും പോകരുത്, ചേട്ടൻ ഇപ്പൊ വരാമെന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് അനിയത്തി പറയാണ് എനിക്കറിയാം നിന്റെ പരിപാടി എന്താണെന്ന്, ഞാനത് അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്നിപ്പോ അനിയത്തി പറയാണ്. ഇപ്പം ജെയ്ക്കിന് മനസ്സിലായി ഇവരുടെ കയ്യിൽ നിന്നും അത്ര വേഗമൊന്നും രക്ഷപ്പെടാൻ പറ്റൂല എന്ന്. ഇപ്പൊ ജെയ്ക്ക് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. ഇത് കേട്ട സമയത്ത് അവർ പറയാണ് ഞങ്ങൾക്കൊരു $60 വേണം. ഇത് കേട്ട സമയത്ത് ജെയ്ക്ക് ചോദിക്കുകയാണ് $60? $60 തരാൻ പറ്റൂല, വേണമെങ്കിൽ ഞാനൊരു $40 തരാം. ഇതും പറഞ്ഞിട്ട് ജെയ്ക്ക് കാശെടുത്ത് അവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ജെയ്ക്ക് അവിടെ നിന്നും പോവാണ്. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് അവരോട് പറയാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഇരിക്കണേ, വേറെ എങ്ങോട്ടേക്കും പോകരുത്. ഇപ്പോ അനിയത്തി പറയാണ് നീ നിന്റെ കാര്യം നോക്ക്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നിപ്പോ അനിയത്തി പറയാണ്. ഇതേ സമയം ലേക്ക് വിക്ടോറിയയിലാണെങ്കിൽ ഒരുപാട് വിനോദസഞ്ചാരികൾ വന്ന് നദിയിലേക്ക് ഇറങ്ങി അർമാദിക്കുകയാണ്. പക്ഷേ ഇവരറിയുന്നില്ലല്ലോ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ആപത്തിനെ പറ്റി. ഇപ്പൊ അങ്ങോട്ടേക്ക് കുറച്ച് സയന്റിസ്റ്റുമാര് വരുവാണ്. അവരെ സ്വീകരിക്കാനായിട്ട് ജൂലിയാനയും അവിടെ ഉണ്ടായിരുന്നു. സയന്റിസ്റ്റുമാര് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ ഇവിടെ ചെറിയൊരു ഭൂകമ്പം നടന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ കഥാനായകനായിട്ടുള്ള ജെയ്ക്കാണെങ്കിൽ ലേക്ക് വിക്ടോറിയയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ അവനെ കാത്തുകൊണ്ട് ആ ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു പുതിയ ലൊക്കേഷൻ കാണാൻ വേണ്ടി. അതേ സമയത്താണ് ജെയ്ക്കിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള കെല്ലി അങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പോ അവള് ചോദിക്കാണ് എന്താ ജെയ്ക്ക്, എന്താ നീ ഇവിടെ, എന്താ പരിപാടി? ഇപ്പോ ജെയ്ക്ക് പറയാണ് ഏയ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇദ്ദേഹത്തിന് കുറച്ച് സ്ഥലങ്ങൾ ചുറ്റി കാണിക്കാൻ വന്നതാണ്. ഇപ്പോ ആ ഒരു സംവിധായകൻ കെല്ലിയോട് ചോദിക്കുകയാണ് നീയും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? അവളും കൂടെ ഉണ്ടെങ്കിൽ അവളെയും വെച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാം എന്നും കരുതിയാണ് അയാൾ പറഞ്ഞത്. എന്തായാലും കെല്ലിയും ഇപ്പോ ഇവരുടെ കൂടെ പോവാണ്. ഇതേ സമയം ജെയ്ക്കിന്റെ 2 സഹോദരങ്ങളെ കാണിക്കുകയാണ്. അവരിപ്പോ ബോറടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ട് എടുത്തിട്ട് നദിയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. ഇതേ സമയം ജെയ്ക്കാണെങ്കിൽ ഒരു നല്ല ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് ആ ഒരു സംവിധായകനെ കൂട്ടി അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഇപ്പൊ അവിടെ ബോട്ട് നിർത്തിയ ശേഷം സംവിധായകനായിട്ടുള്ള ഡെറിക്കാണെങ്കിൽ അവിടുത്തെ ഓരോ ഭാഗങ്ങളും ഷൂട്ട് ചെയ്യുവാണ്. ഡെറിക്കിനെ നോക്കുവാണെങ്കിൽ അവന്റെ ഒരു വശത്ത് കുറച്ച് മോഡൽസും മറ്റൊരു വശത്ത് കെല്ലിയുമാണ്. ഇത് കാണുന്ന ജെയ്ക്കിനാണെങ്കിൽ ചെറുതായിട്ട് അസൂയ തോന്നുന്നുമുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡെറിക്കാണെങ്കിൽ ആ ഒരു മോഡലുകളെ നദിയിലേക്ക് കുളിക്കാൻ പറഞ്ഞയക്കുകയാണ്. ഇപ്പൊ കെല്ലിയാണെങ്കിൽ ഈ വെള്ളത്തിന്റെയൊക്കെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ബലൂണ് പോലത്തെ ഒരു സാധനമുണ്ടല്ലോ, ഇപ്പോ അതുമായിട്ട് ബോട്ടിന്റെ മറുവശത്താണുള്ളത്. മാത്രമല്ല അവളാണെങ്കിൽ ചെറുതായിട്ട് മദ്യപിക്കുന്നുമുണ്ട്. ഇതേ സമയം ഡെറിക്ക് ആ ഒരു ബോട്ടിന്റെ അടിവശത്തായിട്ട് ചില്ലിട്ട ഒരു ഭാഗമുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് ക്യാമറ ഉപയോഗിച്ച് ഇവർ കുളിക്കുന്നത് അങ്ങനെ പകർത്തുവാണ്. ഇതേ സമയത്താണ് ജെയ്ക്കിന് ഒരു കോൾ വരുന്നത്. വിളിച്ചത് മറ്റാരുമായിരുന്നില്ല, അവന്റെ അമ്മയായിട്ടുള്ള ജൂലി ആയിരുന്നു. അനിയത്തിയും അനിയനും എവിടെയെന്ന് ചോദിച്ച
സമയത്ത് ജയ്ക്ക് പറയാണ് അവർ രണ്ടുപേരും എന്റെ അടുത്ത് തന്നെയുണ്ട്, അവരിവിടെ ഇരുന്നു കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ജയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, വെള്ളത്തിന് മുകളിൽ കടന്നുകൊണ്ട് ബിയർ കഴിച്ചുകൊണ്ടിരുന്ന കെല്ലി ഇപ്പോ കാണാനില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റി കാണുമോ എന്ന് പേടിച്ച് ജയ്ക്ക് വേഗം തന്നെ അങ്ങോട്ടേക്ക് പോയി നീന്തി നോക്കിയ സമയത്ത് കാണുന്നത് ബോട്ട് നിൽക്കുന്ന കെല്ലിയെയാണ്. അവനാണെങ്കിൽ ചെറുതായിട്ട് ചമ്മിപ്പോയി. ഇതേ സമയം ജയ്ക്കിന്റെ രണ്ട് സഹോദരങ്ങളെ കാണിക്കാണ്. അവരിപ്പോ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ദ്വീപിലേക്ക് രണ്ടുപേരും വന്ന് കയറിയിട്ടുണ്ട്. പക്ഷെ ഇവരാണെങ്കിൽ ഒരു അബദ്ധം കാണിച്ചു. അത് മറ്റൊന്നുമല്ല, അവരിങ്ങോട്ട് വന്ന് കയറിയ സമയത്ത് അവരുടെ ആ ഒരു ബോട്ടാണെങ്കിൽ അവിടെ കെട്ടിടാൻ മറന്നുപോയി. ഇപ്പൊ ആ ഒരു ബോട്ടാണെങ്കിൽ വെള്ളത്തിലൂടെ അങ്ങനെ ഒഴുകി പോവാണ്. ഇത് കണ്ട സമയത്ത് അവർ ആലോചിക്കാണ്, ഷോ ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ അപ്പുറത്തേക്ക് പോകും. ഇതേ സമയത്താണ് അതിലൂടെ ഒരു ബോട്ട് പോകുന്നത് ജയ്ക്കിന്റെ അനിയത്തി കാണുന്നത്. വേഗം തന്നെ അവൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ ഒരു ബോട്ടിനെ കൈ കാണിച്ച് വിളിക്കുകയാണ്. പക്ഷെ അവരാണെങ്കിൽ ആ ഒരു വിളി കേട്ടിരുന്നില്ല. ഇപ്പൊ അങ്ങോട്ടേക്ക് മറ്റു ചിലർ വരുവാണ്. അത് ആ ഒരു പിരാനമീനായിരുന്നു. ഇപ്പൊ ജയ്ക്കിന്റെ അനിയത്തി മുന്നോട്ടേക്ക് പോയ സമയത്ത് അവളുടെ കാലിൽ എന്തോ തട്ടി അവളുടെ കാല് ചെറുതായിട്ട് മുറിയുവാണ്. വേഗം തന്നെ അവൾ തിരിച്ചു കരയിലേക്ക് കയറി. അതുകൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടു. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന പിരാനമീന് അവളുടെ ആ ഒരു ചോര കഴിച്ച ശേഷം അവിടെ നിന്നും പോയി. ഇതേ സമയത്ത് ജൂലിയാനാണെങ്കിൽ ആ ഒരു സയന്റിസ്റ്റുമാരുമായിട്ട് ചേർന്ന് ഭൂകമ്പം നടന്ന ആ ഒരു സ്ഥലം മാർക്ക് ചെയ്യുവാണ്. എന്നിട്ട് അവരിൽ പ്രധാനിയായിട്ടുള്ള ഒരാളുണ്ട്. അയാളുടെ പേരാണ് നോവാക്ക്. ഇപ്പോ നോവാക്ക് പറയാണ്, നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ, പണ്ട് ഇങ്ങനെയായിരുന്നില്ല, വളരെയധികം ആഴമേറിയ ഒരു സ്ഥലമായിരുന്നു. പിന്നീട് എന്തൊക്കെയോ ഭൂകമ്പമൊക്കെ നടന്ന് ഇങ്ങോട്ടേ കുറേയധികം മണ്ണുകൾ വന്നടിച്ചുണ്ടായ സ്ഥലമാണ് നമ്മളിപ്പോ കാണുന്ന ഈ ഒരു സ്ഥലം. മാത്രമല്ല ഈ ഒരു സ്ഥലത്തിന്റെ അടിയിലിട്ട് മറ്റൊരു സ്ഥലമുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്റെ കൂടെ വന്ന രണ്ട് സയന്റിസ്റ്റുമാര് വെള്ളത്തിനടിയിലേക്ക് പോയിട്ടുണ്ടെന്ന് ഇപ്പോ നോവാക്ക് ജൂലിയോട് പറയാണ്. അങ്ങനെ ഇപ്പോ വെള്ളത്തിന്റെ അടിയിൽ കാണിക്കുകയാണ്. അവർ രണ്ടുപേരും വിണ്ടുകീറിയ ആ ഒരു ഭാഗത്തു കൂടി അകത്തേക്ക് കടക്കുകയാണ്. അങ്ങനെ കടന്നപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. അതായത് ആ ഒരു നദിയുടെ അടിയിലായിട്ട് മറ്റൊരു നദി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് വന്ന് നോക്കിയ സമയത്ത് അവർ തന്നെ അതിശയിച്ചു പോയി. കാരണം മുന്തിരിക്കുലകൾ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ കോടിക്കണക്കിന് വരുന്ന മീനിന്റെ മുട്ടകൾ. അത് ആരുടെ മുട്ടയാണെന്ന് മനസ്സിലായോ? അത് ആ ഒരു പിരാനമീന്റെ ആയിരുന്നു. അതിശയത്തോടെ അയാളാണെങ്കിൽ ആ ഒരു മുട്ട തൊട്ടു നോക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു പിരാനമീൻ വന്ന് അയാളുടെ കയ്യിൽ കടിക്കുകയാണ്. എന്നിട്ട് അതാണെങ്കിൽ അവിടെ നിന്നും പോയി. പക്ഷെ അയാൾക്ക് മനസ്സിലായില്ല അതെന്താണെന്ന്. ഇപ്പൊ അയാൾക്ക് അതെന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അയാളിപ്പോ ഒരു ഫ്ലെയർ ഗൺ എടുത്ത് കത്തിക്കുകയാണ്. അപ്പോഴാണ് വളരെയധികം ഭീതിജനകമായിട്ടുള്ള കാഴ്ച അയാൾ കാണുന്നത്. അതായത് അയാളുടെ ചുറ്റിനുമായിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പിരാനമീനുകൾ വന്ന് നിൽക്കുവാണ്. പിന്നീട് അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ ഒരു മനുഷ്യനെ കടിച്ച് കീറുവാണ്. ഇത് കണ്ട് അയാളുടെ കൂടെ വന്ന ആളിപ്പോ അയാളെ രക്ഷിക്കാൻ നോക്കുവാണ്. അവരാണെങ്കിൽ ഒരു ലേഡിയുമായിരുന്നു. ഇപ്പോ ആ ഒരു പിരാനമീനാണെങ്കിൽ ഈ ഒരു ലേഡിയും ആക്രമിക്കുകയാണ്. ഇതെല്ലാം ക്യാമറയിലൂടെ മുകളിലിരുന്നു കൊണ്ട് നോവാക്കും ജൂലിയാനെയും കാണുവാണ്. പെട്ടെന്ന് തന്നെ നോവാക്കാണെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയെങ്കിലും നോവാക്കിനാണെങ്കിൽ ആ ഒരു ലേഡി സയന്റിസ്റ്റിനെ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. അവളെ നോക്കുവാണെങ്കിൽ ശരീരത്തിന്റെ പകുതിയും ഇറച്ചിയില്ല, വെറും എല്ലും കഷ്ണങ്ങൾ മാത്രമല്ല അവളാണെങ്കിൽ മരിച്ചിട്ടുമുണ്ടായിരുന്നു. ഇപ്പോ അവളുടെ ശരീരത്തിനിടയിൽ നിന്നും ഒരു പിരാനമീൻ ഇവർക്ക് കിട്ടുവാണ്. ഇതെല്ലാം വളരെയധികം ഭീതിയോടെ നോവാക്കും ജൂലിയാനെയും നോക്കി നിൽക്കുവാണ്. ഇത്രയും വലിയൊരു അപകടം ഈ ഒരു നദിയിൽ ഉണ്ടെന്നറിയാതെ നദിയുടെ ഒരു ഭാഗത്ത് ഒരുപാട് ആളുകൾ, മറുഭാഗത്ത് ജയ്ക്കും ഡെറിക്കും പിന്നെ കുറെ മോഡലുകളും, മറ്റൊരു ഭാഗത്താണെങ്കിൽ ജയ്ക്കിന്റെ അനിയത്തിയും അനിയനും. ഇതേ സമയം നോവാക്കും ജൂലിയാനെയും ചേർന്ന് ആ ഒരു പിരാനമീനെ എടുത്തുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അയാളാണെങ്കിൽ ഈ മീനുകളെ പറ്റി റിസർച്ച് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അയാളുടെ പേരാണ് കാൾ. ഇപ്പൊ കാളാണെങ്കിൽ ആ ഒരു മീനെ എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫിഷ് ടാങ്കിലേക്ക് ഇടുവാണ്. അതിനെ കണ്ടപാടെ കാളാണെങ്കിൽ വളരെയധികം അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഒരു മീനെ ലഭിച്ചത്? ഇതിന്റെ പേരാണ് പിരാന. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ജീവിച്ചിരുന്നവയാണിവ. നമ്മൾ വിചാരിച്ചിരുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവ നശിച്ചു പോയി എന്നായിരുന്നു. ഇതും പറഞ്ഞിട്ട് കാളിപ്പോ ഒരു കല്ലെടുത്തിട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് ആ ഒരു മീനിന്റെ ഫോസിൽ. ഇപ്പൊ കാളാണെങ്കിൽ ആ ഒരു മീനിന്റെ ഭീകരതയെ കാണിക്കാൻ വേണ്ടി തന്റെ കൈ ആ ഒരു മീനിന് നേരെ നീട്ടുവാണ്. ഇതേ സമയത്ത് ആ ഒരു മീനാണെങ്കിൽ വളരെയധികം വെറി പിടിച്ച രീതിയിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുവാണ്. ഇപ്പൊ കാളാണെങ്കിൽ ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഒരു മീനെ ലഭിച്ചത്? ഇത് കേട്ട സമയത്ത് നോവാക്ക് പറയാണ്, 2 ദിവസം മുന്നേ ലേക്ക് വിക്ടോറിയയിൽ ഒരു ചെറിയ ഭൂകമ്പം നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്ന സമയത്ത് അതിന്റെ അടിയിലത്തെ ഭൂമി ചെറുതായിട്ട് പിളർന്നിട്ടും ഉണ്ടായിരുന്നു. അതിലൂടെയാണ് ഇവറ്റകൾ പുറത്തേക്ക് വന്നത്. എന്തായാലും വളരെയധികം അപകടം പിടിച്ച കാര്യമാണിത്. എന്നാലും ഇവറ്റകൾ എങ്ങനെയായിരിക്കും ഇത്രയും കോടി വർഷം ജീവിച്ചിരിപ്പുണ്ടായിരിക്കുക? അത് ചിലപ്പോ ഇവറ്റകൾ പരസ്പരം കടിച്ചു കീറി തിന്നായിരിക്കണം. ഇപ്പോ ജയ്ക്കിനെ കാണിക്കാണ്. അവനാന്ന് ക്യാമറ കൊണ്ട് ചുറ്റി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് ദൂരെയായിട്ട് ഒരു ദ്വീപിൽ 2 കുട്ടികൾ ഇരുന്നുകൊണ്ട് കൈ കാണിക്കുന്നത് ജയ്ക്ക് കാണുന്നത്. ശ്രദ്ധിച്ചു നോക്കിയ സമയത്ത് അത് അവന്റെ 2 സഹോദരങ്ങളായിരുന്നു. വേഗം തന്നെ
തന്നെ അവരുടെ അടുത്തേക്ക് പോകണമെന്ന് ജെയ്ക്ക് ഡെറിക്കിനോട് പറയാണ്. ഇപ്പൊ ഡെറിക്ക് പറയാണ് അത് പറ്റൂല. ഇത് കേട്ട സമയത്ത് ജെയ്ക്ക് പറയാണ്, എൻ്റെ അമ്മ ഇവിടുത്തെ വലിയ പോലീസുകാരിയാണ്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ലെങ്കിൽ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ഇത് കേട്ട സമയത്ത് ഡെറിക്ക് പറയാണ്, ഓ നിന്റെ അമ്മ പോലീസുകാരിയാണല്ലേ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്കിപ്പോ തന്നെ അങ്ങോട്ടേക്ക് പോകാം, നിന്റെ 2 സഹോദരങ്ങളെ കൂട്ടാം എന്നിപ്പോ ഡെറിക്ക് പറയാണ്. ഇപ്പോ കുറച്ചപ്പുറത്തായിട്ട് ഒരു പെൺകുട്ടി റൈഡിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വെള്ളത്തിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ സമയത്ത് അവളുടെ കാലിൽ പിരാന മീനുകൾ കടിക്കാൻ തുടങ്ങി. വേദന കൊണ്ട് അവളാണെങ്കിൽ അലറി കരയുന്നുണ്ടെങ്കിലും പക്ഷേ ആ ഒരു ബോട്ടിലുണ്ടായിരുന്ന ആരും ആ ഒരു കരച്ചിൽ കേട്ടിരുന്നില്ല. അങ്ങനെ വീണ്ടും ഇവരുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ബോട്ട് മുന്നോട്ടേക്ക് പോയ ഫോഴ്സിൽ ആ ഒരു പാരഷൂട്ട് ആണെങ്കിൽ മുകളിലേക്ക് പൊങ്ങുമല്ലോ. അങ്ങനെ പൊങ്ങിയ സമയത്ത് ആ ഒരു പെൺകുട്ടിയുടെ വയർഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാൽഭാഗമില്ല. ഇതേ സമയം ലേക്ക് വിക്ടോറിയയിലാണെങ്കിൽ ജൂലിയാനയും പോലീസുകാരും വന്നിട്ടുണ്ട്. അവരിപ്പോ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, എല്ലാവരും വേഗം തന്നെ കരയിലേക്ക് കയറണം, ഇങ്ങോട്ടേക്ക് ഒരു വലിയ ആപത്ത് വരുന്നുണ്ട്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഇവർ പറയുന്ന ഈ ഒരു കാര്യമൊന്നും കേൾക്കുന്നില്ല. ഇതേ സമയത്ത് ജൂലിയാനയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പോലീസുകാരനാണെങ്കിൽ ഗണ്ണെടുത്ത് മുകളിലേക്ക് വെടിവെക്കുവാണ്. ഇപ്പോ ആ ഒരു ഗണ്ണിന്റെ സൗണ്ട് കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കിയ ആ ഒരു സമയത്ത് ജൂലിയാനയാണെങ്കിൽ മൈക്കിലൂടെ ഉറക്കെ വിളിച്ച് പറയാണ്, എല്ലാവരും വേഗം തന്നെ കരയിലേക്ക് കയറണം, ഇങ്ങോട്ടേക്ക് ഒരു വലിയ ആപത്ത് വരുന്നുണ്ട്. പക്ഷേ ഇവരാണെങ്കിൽ ആ ഒരു കാര്യത്തെ തള്ളിക്കളയാണ്. ഇതേ സമയത്ത് ജെയ്ക്കും ഡെറിക്കും കൂടെ ബോട്ടുമായിട്ട് ആ ഒരു ദ്വീപിലേക്ക് വന്ന് ജെയ്ക്കിന്റെ 2 സഹോദരങ്ങളെ ബോട്ടിലേക്ക് കയറ്റുവാണ്. ബോട്ടിലേക്ക് കയറിയ ഇവര് 2 പേരും ആ ഒരു ബോട്ടിന്റെ അടിഭാഗത്തായിട്ട് ഗ്ലാസ് പോലത്തെ ഒരു ഭാഗം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന് ഇവരാണെങ്കിൽ ഓരോരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭീകരന്മാരായിട്ടുള്ള ആ ഒരു പിരാന മീനുകളെ ഇവർ കാണുവാണ്. ഇതേ സമയം ആ ഒരു ബോട്ടാണെങ്കിൽ ദ്വീപിനോട് അടുത്തത് കൊണ്ട് തന്നെ ആ ഒരു ബോട്ടിന്റെ പ്രൊപ്പുലർ അവിടെ ഉണ്ടായിരുന്ന കല്ലുകൾ തട്ടി നിൽക്കുവാണ്. ഇപ്പൊ ഡെറിക്കിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവൻ ജെയ്ക്കിനെ ഒരുപാട് ചീത്ത പറയാണ്. എന്നിട്ട് അവൻ ചെന്നിട്ട് ആ ഒരു ബോട്ടിനെ റിവേഴ്സ് എടുക്കാൻ നോക്കുവാണ്. ഇതേ സമയം ലേക്ക് വിക്ടോറിയയിലാണെങ്കിൽ ജൂലിയാനെയും പോലീസുകാരും ചേർന്ന് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവരാണെങ്കിൽ ആ ഒരു കാര്യത്തെ ചെവി കൊള്ളുന്ന പോലുമില്ല. ഇതേ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി എന്തോന്ന് കടിച്ച് താഴേക്ക് വലിക്കുന്നത്. വേദന കൊണ്ട് അവളാണെങ്കിൽ അലറി കരയുന്നുമുണ്ട്. പെട്ടെന്നായിരുന്നു നദിയുടെ ആ ഒരു ഭാഗത്തെ കളർ അങ്ങ് മാറിപ്പോകുന്നത്, ചോര കളറാവുകയാണ്. പിന്നീട് അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങോട്ടേക്ക് ആയിരക്കണക്കിന് 10,000 പിരാന മീനുകൾ വരുവാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കടിച്ച് കീറുവാണ്. വെള്ളത്തിന്റെ ആ ഒരു ഭാഗത്തെ കളർ തന്നെ അങ്ങ് മാറിപ്പോയി, ചോര കളറാവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തായി സംഭവിക്കുന്നതെന്ന്. ഓരോരുത്തരും അവിടെ ഉണ്ടായിരുന്ന ബോട്ടിലേക്ക് കയറിയ സമയത്ത് അവരെ നോക്കുവാണെങ്കിൽ ചിലർക്ക് കാലില്ല, മറ്റു ചിലർക്കാണെങ്കിൽ അരഭാഗം വെറും എല്ലും കഷ്ണങ്ങൾ മാത്രം. ജീവൻ രക്ഷിക്കാൻ വേണ്ടി പലരും എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. ഒരു സമയത്ത് ജൂലിയാനും പോലീസുകാരും ആ ഒരു സയന്റിസ്റ്റും ചേർന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് കുറേയേറെ മീനുകളെ വെടിവെച്ച് കൊന്നു കളയുന്നുണ്ട്. പക്ഷേ ഇവരെ കൊണ്ട് മാത്രം ഒറ്റയ്ക്ക് ചെയ്താൽ തീരുന്ന പണിയാണോ ഇത്? ഇവർ കൊല്ലുന്നതിന്റെ എത്രയോ ഇരട്ടി മീനുകളാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പലരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ബോട്ടുകൾ തമ്മിൽ പരസ്പരം കൂട്ടിയിടിച്ച് പലരും മരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുത്തനാണെങ്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബോട്ട് എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ദേഹത്തൂടെ കയറ്റി ഇറക്കുവാണ്. അതിന്റെ പ്രൊപ്പുലർ തട്ടിയിട്ട് ആളുകളാണെങ്കിൽ ചിന്നിച്ചിതറി പോകുന്നുമുണ്ട്. പക്ഷെ ഇവനാണെങ്കിൽ ഇതൊന്നും കാര്യമാക്കാതെ ബോട്ടോട്ടിച്ച് അങ്ങനെ മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നദിയുടെ ഒരു ഭാഗത്ത് വെച്ച് ഈ ഒരു ബോട്ട് നിന്ന സമയത്ത് ആളുകളെല്ലാം കൂടെ ചേർന്ന് ആ ഒരു ബോട്ടിനെ അവിടെ തന്നെ മറിച്ചിടുവാണ്. പിന്നീട് അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പൊ ജെയ്ക്കിനെയും ഡെറിക്കിനെയും കാണിക്കുകയാണ്. അവരുടെ ബോട്ടാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിൽ തട്ടി അങ്ങനെ നിൽക്കുമല്ലേ. ഇപ്പൊ ഡെറിക്ക് ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു ബോട്ട് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ആ ഒരു ബോട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കല്ലിലേക്ക് ചെന്ന് ഇടിക്കുകയാണ്. അത് കാരണം ബോട്ടിന്റെ അടിഭാഗത്തുണ്ടായിരുന്ന ഗ്ലാസ് പോലത്തെ ഭാഗം തകർന്നിട്ട് അതിലേക്ക് ശക്തമായിട്ട് വെള്ളം ഇരച്ചു കയറുവാണ്. കൂടെ ആ ഒരു പിരാന മീനും. ഇതൊക്കെ കാരണം ആ ഒരു ബോട്ടിന്റെ നിയന്ത്രണം ഇവരുടെ കയ്യിൽ നിന്നും നഷ്ടമാവുകയാണ്. ഇപ്പോൾ ഡെറിക്കും പിന്നെ ഒരു മോഡലും കൂടെ നേരെ നദിയിലേക്ക് വീഴുവാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു മോഡലിനെ ഈ പിരാന മീനുകൾ തിന്ന് തീർക്കുവാണ്. ഇപ്പോ ആ ഒരു പിരാന മീനാണെങ്കിൽ ഡെറിക്കിനെയും ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ എങ്ങനെയൊക്കെയോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നോക്കുവാണ്. ഇതേ സമയത്താണ് ഡെറിക്ക് ഒരു കാഴ്ച കാണുന്നത്. അതായത് ആ ഒരു മോഡലിന്റെ വാ പിളർന്നുകൊണ്ട് ഒരു പിരാന മീൻ പുറത്തേക്ക് വരുന്നു. ഇതേ സമയം മുകളിലാണെങ്കിൽ ജെയ്ക്ക് തന്റെ കൂട്ടുകാരിയായിട്ടുള്ള ഡാനിയെയും പിന്നെ തന്റെ 2 സഹോദരങ്ങളെയും അവിടെ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ജെയ്ക്ക് ആണെങ്കിൽ എങ്ങനെയൊക്കെയോ ഡെറിക്കിനെ വലിച്ച് മുകളിലേക്ക് കയറ്റുവാണ്. അവരെ നോക്കുവാണെങ്കിൽ ശരീരത്തിന്റെ പകുതിയും ഇറച്ചിയില്ല, വെറും എല്ലും കഷ്ണങ്ങൾ മാത്രമല്ല അവനെ വലിച്ച് മുകളിലേക്ക് കയറ്റുമ്പോഴും അവന്റെ ശരീരത്തിൽ അപ്പോഴും പിരാന മീനുകൾ കടിച്ചു പിടിച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഇതേ സമയത്താണ് ജെയ്ക്കിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള കെല്ലി ഈ ഒരു ബോട്ടിന്റെ അടിവശത്താണ് ഉള്ളത്. അങ്ങോട്ടേക്ക് ചെന്ന് അവളെ രക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം
അങ്ങോട്ടേക്ക് വെള്ളം എരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ആ ഒരു പിരാന മീനും. കെല്ലിയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒന്നിന്റെ മുകളിൽ കയറി നിൽക്കുവാണ്. മാത്രമല്ല അവളാണെങ്കിൽ നന്നായിട്ട് തന്നെ പേടിച്ചിട്ടുമുണ്ട്. കെല്ലി നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ മുകളിലായിട്ട് ഗ്ലാസ് പോലത്തെ ഒരു ഭാഗമുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ടേക്ക് ജേക്ക് വന്നിട്ട് അവളെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതിന് സാധിക്കുന്നില്ല. ഇതേ സമയത്ത് ലേക്ക് വിക്ടോറിയയിലാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന വിനോദസഞ്ചാരികളെ ഈ ഒരു പിരാന മീനുകൾ ആക്രമിക്കുകയാണ്. അങ്ങോട്ടേക്ക് റെസ്ക്യൂ ടീം വന്ന് ഓരോരുത്തരെയും അവിടെ നിന്നും രക്ഷിക്കുന്നുണ്ട്. അവര് കരയിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ നോക്കുവാണെങ്കിൽ ചിലരെ നോക്കുവാണെങ്കിൽ ശരീരത്തിന്റെ പകുതിയും ഇറച്ചിയില്ല, വെറും എല്ലും കഷ്ണങ്ങൾ മാത്രം. മറ്റു ചിലരെ നോക്കുവാണെങ്കിൽ ചോര വാർന്ന് മരിക്കാൻ കിടക്കുവാണ്. ചിലരാണെങ്കിൽ തിരിച്ചറിയാൻ പോലും പറ്റാത്തവണ്ണം വികൃതമാക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇതിലും ഭീകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ ഈ റെസ്ക്യൂ ടീം എടുത്തോണ്ട് വരുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിയെ നീ 2 കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോവാണ്. ഇതേ സമയത്താണ് ജൂലിയാനയ്ക്ക് ഒരു കോൾ വരുന്നത്. വിളിച്ചത് മറ്റാരുമായിരുന്നില്ല, ജെയ്ക്ക് ആയിരുന്നു. ജൂലിയാനാണെങ്കിൽ കോൾ എടുത്ത പാടെ ജെയ്ക്ക് ആണെങ്കിൽ സോറി പറയാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങളിപ്പോ ഒരാപത്തിൽ പെട്ടിരിക്കുക, ഞങ്ങളിപ്പോ നദിയുടെ ഒരു ഭാഗത്താണ് ഉള്ളത്. ഇപ്പോ ജൂലിയാനെ ചോദിക്കുകയാണ്, നിന്റെ അനിയത്തിയും അനിയനും എവിടെ? ഇത് കേട്ട സമയത്ത് ജെയ്ക്ക് പറയാണ്, അവര് രണ്ടുപേരും എന്റെ അടുത്ത് തന്നെയുണ്ട്. ഇപ്പോ ജൂലിയാനെ പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അവിടെ അടങ്ങൊതുങ്ങിയിരിക്കണമെന്ന്. ശരി ശരി, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം. അതുവരേക്കും നിങ്ങൾ ആരും ഒരു കാരണവശാലും വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. ഇപ്പൊ ജൂലിയാനാണെങ്കിൽ ആ ഒരു കോള് കട്ട് ചെയ്തിട്ട് അവിടെ ബലൂണ് പോലത്തെ കുറേയധികം സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോ അതിന്റെ എല്ലാം പുറത്ത് ചവിട്ടി ചവിട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലേക്ക് ചെന്ന് കയറുവാണ്. ഇപ്പൊ ജൂലിയാനാണെങ്കിൽ ബോട്ട് എടുത്തിട്ട് അവിടെ നിന്നും പോകാൻ നിൽക്കുന്ന സമയത്താണ് ജെയ്ക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, ഞാനും നിന്റെ കൂടെ വരാം എന്നിപ്പോ പറയാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് ജെയ്ക്കിന്റെ അടുത്തേക്ക് പോവാണ്. ഇതേ സമയം ബോട്ടിന് മുകളിലായിട്ട് ജെയ്ക്കും അവന്റെ കൂട്ടുകാരായിട്ടുള്ള കെല്ലിയും പിന്നെ അവന് 2 സഹോദരങ്ങളുമാണ് ഉള്ളത്. കെല്ലിയാണെങ്കിൽ ആ ഒരു ബോട്ടിന്റെ അടിവശത്തായിരുന്നു. ഇപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നോവാക്കും ജൂലിയാനയും വരുന്നത്. അവരിപ്പോ ബോട്ട് അടുപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. കാരണം അവിടെ കുറേയധികം കല്ലുകൾ വീണ് കിടപ്പുണ്ടായിരുന്നു. ഇപ്പൊ ജൂലിയാനാണെങ്കിൽ ബോട്ടിൽ നിന്നും ഒരു കയറെടുത്തിട്ട് ഇവർക്ക് നേരെ ഇട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് അതിലൂടെ തൂങ്ങിയിട്ട് ജൂലിയാനാണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് അതിലൂടെ തൂങ്ങിയിട്ട് എല്ലാവരും അപ്പുറത്തേക്ക് പോവാൻ ജൂലിയാനെ പറഞ്ഞ സമയത്ത് ജേക്ക് പറയാണ്, ഇല്ല, കെല്ലിയില്ലാതെ താൻ വരില്ല എന്നിപ്പോ ജേക്ക് പറയാണ്. ഇപ്പോ അവളെ രക്ഷിക്കാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് ജൂലിയനെ നോക്കിയ സമയത്ത് യാതൊരു രക്ഷയുമില്ല. വെള്ളത്തിലേക്ക് കെല്ലി കാലൊന്ന് എടുത്തു വെച്ചു കഴിഞ്ഞാൽ അവളുടെ കാര്യത്തിൽ അപ്പോൾ തന്നെ ഒരു തീരുമാനമാകും. ഇതേ സമയത്ത് ജൂലിയനെ പറയാണ്, നമുക്കവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. ആദ്യമേ ഇവരെല്ലാവരും സുരക്ഷിതമായിട്ട് അപ്പുറത്തേക്ക് ആക്കണം. അങ്ങനെ ഇപ്പോ ഓരോരുത്തരായിട്ട് ആ ഒരു കയറിലൂടെ അപ്പുറത്തേക്ക് കടക്കുകയാണ്. ഇപ്പോ ജേക്കിന്റെ കൂട്ടുകാരിയായിട്ടുള്ള ഡാനിയാണ് ഇവർക്ക് മുന്നേ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവളുടെ വെയിറ്റ് കൊണ്ടാണെങ്കിൽ ആ ഒരു കയറ് താഴേക്ക് പോവാണ്. ഇപ്പോ വെള്ളത്തിന് തൊട്ട് മുകളിലായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വന്ന് പിരാനമീനാണെങ്കിൽ ചാടി ചാടി ഇവളെ കടിക്കുകയാണ്. അങ്ങനെ ഒരു സമയത്ത് ഇവളുടെ പിടുത്തം വിട്ട് ഇവൾ നേരെ ആ ഒരു വെള്ളത്തിലേക്ക് വീഴുകയാണ്. പിന്നീട് അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവളെ ആ ഒരു മീനാണെങ്കിൽ കടിച്ച് കീറുവാണ്. ഇപ്പോ ഇവളുടെ പിന്നാലെ കയറിൽ തൂങ്ങി വന്ന് ജേക്കിന്റെ അനിയത്തിയും അനിയനും നേരെ ബോട്ടിലേക്ക് വന്ന് കയറി. പക്ഷേ ജൂലിയനെ വരുന്ന സമയത്തുണ്ടല്ലോ ആ ഒരു കയറാണെങ്കിൽ അങ്ങ് ലൂസ് ആവുകയാണ്. ഇത് കണ്ട നോവാക്കാണെങ്കിൽ ബോട്ട് കുറച്ച് മുന്നോട്ടേക്ക് അങ്ങ് എടുക്കുകയാണ്. അങ്ങനെ ചെയ്ത സമയത്ത് ആ ഒരു കയറാണെങ്കിൽ അങ്ങ് ടൈറ്റായി. അതുകൊണ്ട് മാത്രം ജൂലിയനെ രക്ഷപ്പെട്ടു. ഇപ്പോ ബോട്ടിലേക്ക് കയറിയ ജൂലിയനാണെങ്കിൽ ജേക്കിനോട് പറയാണ്, വേഗം തന്നെ ആ ഒരു കയറിലൂടെ തൂങ്ങിയിട്ട് ഇപ്പുറത്തേക്ക് വരാൻ. പക്ഷെ ഇതൊന്നും ജേക്ക് കേൾക്കുന്നില്ല. അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും കെല്ലിയെ രക്ഷപ്പെടുത്തണം. ഇതേ സമയത്താണ് ജേക്കിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് കുറച്ചു മുന്നേ ഈ ഒരു മീനുകൾ അറ്റാക്ക് ചെയ്ത ഡെറിക്കാണെങ്കിൽ ഇപ്പോ മരിച്ചിട്ടുണ്ട്. ഇപ്പൊ ജേക്കിനാണെങ്കിൽ ഒരു ഐഡിയ തോന്നുവാണ്. അതായത് ഈ ഡെറിക്കിന്റെ ശരീരം ആ മീനുകൾ പൂർണ്ണമായിട്ടും തിന്നു തീർത്തിട്ടില്ല. മാത്രമല്ല അവന്റെ ശരീരത്തിൽ നിന്നും നന്നായിട്ട് തന്നെ രക്തവും വരുന്നുണ്ട്. ഇപ്പൊ ജെയ്ക്കിന് ഒരു ഐഡിയ തോന്നുവാണ്. അവനിപ്പോ ഒട്ടും വൈകാതെ തന്നെ ഡെറിക്കിന്റെ ആ ഒരു ബോഡി എടുത്തിട്ട് ബോട്ടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇവന്റെ അമ്മയായിട്ടുള്ള ജൂലിയാനോട് പറയാണ്, എനിക്ക് ഒരു വോക്കി ടോക്കി തരണം, കൂടെ ഞാൻ ഒരു കയറുമായിട്ട് ബോട്ടിന്റെ അടിയിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങളാണെങ്കിൽ ആ ഒരു ബോട്ട് മുന്നോട്ടേക്ക് എടുക്കണം. കയറിന്റെ അറ്റത്തായിട്ട് ഞാനും കെല്ലിയും ഉണ്ടാവും. ഇത് കേട്ട സമയത്ത് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഇവരിപ്പോ പറയാണ്. അങ്ങനെ ഇപ്പോ ഒരു വോക്കി ടോക്കിയും പിന്നെ ആ ഒരു കയറുമായിട്ട് ഇവൻ നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. കാരണം അവിടെ ഇപ്പോ പിരാന മീനുകളില്ല. അവറ്റകൾ ഇപ്പോ ഡെറിക്കിന്റെ ശരീരം തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളത്തിന്റെ അടിയിലൂടെ പോയിട്ട് അവൻ നേരെ കെല്ലിയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് കയറെടുത്തിട്ട് അതിന്റെ അറ്റത്തായിട്ട് ഇവര് രണ്ടുപേരും കെട്ടിവെക്കുവാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന 2-3 ഗ്യാസിലെ സിലിണ്ടർ ഇവനാണെങ്കിൽ അങ്ങ് തുറന്നു വിട്ടു. കൂടെ ഇവന്റെ കയ്യിലാണെങ്കിൽ ഒരു ഫ്ലെയർ ഗണ്ണും ഉണ്ടായിരുന്നു. അതിപ്പോ വെള്ളത്തിനടിയിൽ വെച്ച് ഇവനാണെങ്കിൽ അങ്ങ് കത്തിക്കുകയാണ്. എന്നിട്ട് വോക്കി ടോക്കിലൂടെ വിളിച്ചു പറയാണ്, വേഗം തന്നെ ആ ഒരു ബോട്ട് മുന്നോട്ടേക്ക് എടുക്കാൻ. പക്ഷേ
ഇവരെത്ര പറഞ്ഞിട്ടുമുണ്ടല്ലോ, മുകളിലുള്ളവരാണെങ്കിൽ ആ ഒരു ബോട്ടാണെങ്കിൽ മുന്നോട്ടേക്ക് എടുക്കുന്നില്ല. ഇതേ സമയം മുകളിൽ കാണിക്കുകയാണ്, അവിടെയാണെങ്കിൽ ആ ഒരു ബോട്ടാണെങ്കിൽ കംപ്ലൈന്റ് ആയിട്ട് അങ്ങനെ നിൽക്കുവാണ്, അതിന്റെ എഞ്ചിൻ വർക്ക് ആവുന്നില്ല. ഇപ്പോ വെള്ളത്തിന്റെ അടിയിൽ കാണിക്കുകയാണ്, അവിടെ ഇപ്പോ ജേക്കും കെല്ലിയും ആകെ പേടിച്ചിരിക്കുകയാണ്. കാരണം ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ആ ഒരു പിരാനമീൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. മാത്രമല്ല അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫ്ലെയർ ഗണ്ണ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു സ്ഫോടനം തന്നെ നടക്കും. ഇതേ സമയത്താണ് ആ ഒരു ബോട്ട് സ്റ്റാർട്ട് ആവുന്നത്. ഇപ്പോൾ സയന്റിസ്റ്റ് ആയിട്ടുള്ള നൊവാക്കാണെങ്കിൽ ആ ഒരു ബോട്ട് മാക്സിമം സ്പീഡ് മുന്നോട്ടേക്ക് അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ തന്നെ ആ ഒരു കയറ് വലിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അതിന്റെ പിന്നാലെ പോവാണ്. ഇവരെ തൊട്ട് പിന്നാലെ തന്നെ ആ ഒരു പിരാനമീനും ഉണ്ട്. നൊവാക്കാണെങ്കിൽ മാക്സിമം സ്പീഡിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ആ ഒരു കയറിനറ്റത്തായിട്ടാണ് ജേക്കും കെല്ലിയും ഉണ്ട്. ഇതേ സമയത്താണ് ജേക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫ്ലെയർ ഗണ്ണ് വെള്ളത്തിന് മുകളിലേക്ക് വരുന്നത്. അവിടെ നിറച്ചും ഗ്യാസ് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു സ്ഫോടനം തന്നെ നടക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ബോട്ട് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പിരാനമീനുകളും ചത്തുപോവാണ്. പിന്നീട് ബോട്ട് നിർത്തിയ ശേഷം ഇവരാണെങ്കിൽ ജേക്കിനെയും കെല്ലിയും വലിച്ച് ബോട്ടിനകത്തേക്ക് കയറ്റുകയാണ്. ഇപ്പോ എല്ലാം തീർന്നു, ആശ്വാസമായി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ജൂലിയാനയ്ക്ക് ഒരു കോൾ വരുന്നത്. വിളിച്ചത് മറ്റാരുമായിരുന്നില്ല, മീനുകളെ പറ്റി റിസർച്ച് ചെയ്യുന്ന ആ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. ഇപ്പോ അയാൾ പറയാണ്, നമ്മൾ വലിയൊരു ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്, ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് കേട്ട സമയത്ത് ജൂലിയാന പറയാണ്, ഇനി വലിയ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളാണെങ്കിൽ ഒരു വലിയ കൂട്ടത്തെ തന്നെ തീർത്തിട്ടുണ്ട്. ഇപ്പോഴാണ് കാൾ ആ വലിയ ആപത്തിനെ പറ്റി പറയുന്നത്. നമ്മൾ ഇത്ര നേരം കൊന്നുകൊണ്ടിരുന്നതും മാസങ്ങൾ അല്ല ദിവസങ്ങൾ മാത്രം പ്രായമുള്ള വെറും കുഞ്ഞൻ പിരാനമീനുകളെ ആയിരുന്നു. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയ, ഇവർക്ക് കിട്ടിയ ആ ഒരു പിരാനമീനെ കൊണ്ടുപോയിട്ട് കാളിനെ കൊടുത്തായിരുന്നല്ലോ. അപ്പോ കാളാണെങ്കിൽ ഇതിനെപ്പറ്റി പഠിച്ച സമയത്ത് അവന് കിട്ടിയ അറിവുകളായിരുന്നു ഇതെല്ലാം. ഇവറ്റകൾ തന്നെ ഇത്ര വലിയ അപകടകാരികളും വലിപ്പമുള്ളവരും. അപ്പോ ഇതിന്റെയൊക്കെ തന്തയും തള്ളയും എത്ര വലിയ അപകടകാരികളും വലിപ്പമുള്ളവരും ആയിരിക്കും. ഇനിയെങ്ങാനും അവറ്റകൾ ആ ഒരു വിടവിലൂടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന നൊവാക്ക് പറയാണ്, വലിയ പിരാനമീനുകളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതും പറഞ്ഞു തീരുന്നതും വെള്ളത്തിൽ നിന്നും ഒരു പിരാനമീൻ വന്ന് നൊവാക്കിനെയും കടിച്ചെടുത്തുകൊണ്ട് നേരെ വെള്ളത്തിലേക്ക് പോവാണ്. ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ തീരുകയാണ് കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല സിനിമകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ വരാനിരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാതെ സബ് ചെയ്യണം കേട്ടോ. എന്തായാലും ഇതുപോലത്തെ ഇതിലും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ നമ്മുടെ ഈ ഒരു ചാനലിൽ വരാനിരിപ്പുണ്ട്. അതിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാനൊരു 2-3 ദിവസത്തിനകം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വരുന്നവരേക്കും ഓക്കെ, ബായ്.